കുറച്ചേറെ ദിവസമായി ദേശീയപാതയിൽ എങ്ങും ദുരിത യാത്രയാണ്. ട്രാഫിക് ബ്ലോക്ക് കാരണം എങ്ങും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് പാലിയേക്കര ടോൾ, അത് ഒരാഴ്ചയ്ക്കകം അതിൻ്റെ ട്രാഫിക് ബ്ലോക്ക് പരിഹരിച്ചില്ലെങ്കിൽ ടോൾ നിർത്തുമെന്നാണ് ഹൈക്കോടതി പറയുന്നത്. ഹൈക്കോടതി പറയുന്നത് പ്രകാരം ഒന്നും നടക്കില്ല എങ്കിലും അവർക്കത് സ്റ്റേ ചെയ്യാനുള്ള അധികാരമുണ്ട്. ജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ വാഹനം വാങ്ങുമ്പോൾ ടാക്സ് അടച്ചിട്ടാണ് വാഹനം വാങ്ങുന്നത്. ആ വാഹനം ജനങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് അവരുടെ സമയത്തിനനുസരിച്ച് ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ടാണ് വാഹനം ഉപയോഗിക്കുന്നത്. ജനങ്ങൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വോട്ട് ചെയ്യുമ്പോൾ വലിയ പ്രതീക്ഷയോടെയാണ് വോട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വലിയ വലിയ മുതലാളിമാരുമായിട്ട് ചേർന്നിട്ടാണ് റോഡിൻ്റെ കൺസ്ട്രക്ഷൻ ഏറ്റെടുക്കുന്നത്. അത് കോടികളുടെ കൺസ്ട്രക്ഷനാണ്. 1 കിലോമീറ്ററിന് 40 കോടി രൂപ ആണ് എസ്റ്റിമേറ്റ് ഇടുന്നത്. അതുപോലത്തെ എസ്റ്റിമേറ്റൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അത്രയും കോടി രൂപ ഒരിക്കലും വരത്തില്ല. പക്ഷേ അപ്രകാരമാണ് ആ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഉടമകൾ എസ്റ്റിമേറ്റ് ഇട്ടിരിക്കുന്നത്. 3 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും കേരളത്തിൽ എത്ര മുന്നണികളുണ്ടോ അവരുടെ നേതാക്കന്മാർക്കൊക്കെ കൈക്കൂലി കൊടുത്ത് അവർ അതെല്ലാം ഒതുക്കി തീർക്കുകയാണ്. എന്നിട്ട് ജനങ്ങളെ പിഴിഞ്ഞ് ടോളാക്കി മാറ്റുകയാണ്. സർക്കാർ ഇതുപോലുള്ള കമ്പനികൾക്കാണ് കോൺട്രാക്റ്റ് കൊടുക്കുന്നത്. കമ്പനികൾ സബ് കോൺട്രാക്റ്റ് കൊടുത്തിട്ട് ജനങ്ങളെ പിഴിയുകയാണ്. അതാണ് ഈ ടോൾ. ജനങ്ങൾ അങ്ങോട്ട് പോകുന്നതിനും പൈസ കൊടുക്കണം, ടോളിൻ്റെ ഇങ്ങോട്ട് വരുന്നതിനും പൈസ കൊടുക്കണം, എല്ലാ രീതിയിലും പൈസ കൊടുക്കണം. അപ്പോൾ സർക്കാർ ഈ റോഡ് പണിയിപ്പിക്കുന്നത് ഈ കൺസ്ട്രക്ഷൻ കമ്പനിയിലൂടെയാണ്. കൺസ്ട്രക്ഷൻ കമ്പനിക്ക് പൈസ സർക്കാർ കൊടുക്കാറില്ല. അത് ജനങ്ങളുടെ അടുത്തു നിന്ന് അവർ പിരിച്ചെടുക്കുന്ന രീതിയാണുള്ളത്. അതാണ് ഇത്രയും മാത്രം പൈസ അവർ നമ്മുടെ കയ്യിൽ നിന്ന് ഊറ്റാനുള്ള കാരണം. ഇത് ഊറ്റിയെടുത്തിട്ട് നമുക്ക് 10 പൈസയ്ക്ക് പ്രയോജനമില്ലാത്ത റോഡുകളും പൊട്ടിപ്പൊളഞ്ഞ കുഴിയും ഗർത്തമുള്ള റോഡുകളും ഒക്കെയാണ് അവർ തരുന്നത്. പക്ഷേ ടോൾ പിരിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. അതെപ്പോഴും പിരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ശതകോടികൾ കമ്പനികൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രവണത നിർത്തണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഹൈക്കോടതി ഇടപെടണം. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചെയ്യില്ല. കാരണം രാഷ്ട്രീയ പ്രസ്ഥാനം പൈസ വാങ്ങിച്ചിട്ടുള്ളതുകൊണ്ട് അവർ ചെയ്യില്ല. അതുകൊണ്ട് കോടതിക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ.